ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഇൻറ്റഗ്രൽസ്. ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല, അത്യാവശ്യം ഡിഫിക്കൽട്ടായ ചാപ്റ്റർ തന്നെയാണ് ഇൻറ്റഗ്രൽസ് പറയുന്നത്. പ്ലസ് ടു മാത്സ് ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം പോലും ഞാൻ പറയും ഇൻറ്റഗ്രൽസ് ആണെന്ന്. പക്ഷേ എക്സാമിന് നമുക്ക് വളരെ സുഖമായിട്ട് ഇൻറ്റഗ്രൽസിലെ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പൊതുവെ എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് സ്പെഷ്യൽ ഇൻറ്റഗ്രൽസ്. ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ഇൻറ്റഗ്രൽസിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താണ്. വീഡിയോ മൊത്തമായിട്ട് കാണും. സ്പെഷ്യലിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുകയും ചെയ്യും. പിടിച്ചോളുകൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 1/x² - 16. ഓക്കെ, ഞാൻ ആലോചിച്ചു ഇതെങ്ങനെയാണ് നമുക്ക് സ്പെഷ്യൽ ആണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം. അതിനുണ്ട് എല്ലാവരും ആലോചിക്കാം. ഡിനോമിനേറ്ററിൽ എക്സിന്റെ പവർ 2 വരാം. എക്സിന്റെ പവർ 2 വരികയാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കണം ഇറ്റ് ഈസ് സ്പെഷ്യൽ ഇന്റഗ്രൽ. എല്ലാവരും മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അതെ, ഇവിടെ താഴെ നമുക്ക് എന്താണ് എക്സിന്റെ പവർ 2 ആണ് മനസ്സിലായി, x². ആൻഡ് 16 ഉണ്ട്. 16 എന്ന് പറഞ്ഞാൽ ആരാ? അത് ഏതോ നമ്പറിന്റെ സ്ക്വയർ ആണ്. കൃത്യമായിട്ട് നമുക്കറിയാം അത് 4ന്റെ സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇന്റഗ്രൽ 1/x² - 4² dx. സോ ഇത് ഏത് ഫോം ആണെന്ന് ആലോചിച്ചു. ഇന്റഗ്രൽ 1/x² - a² ഫോർമാറ്റ് ആണ്. എല്ലാവരും ഫോമുല മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഫോമുല ട്രിക്കെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട് ചെയ്തിരുന്നു. ഇന്റഗ്രൽ 1/x² - a² ഇറ്റ് ഈസ് സെയിം ആസ് 1/2a log mod x - a divided by x plus a plus c. ആൻഡ് ഇവിടുത്തെ എന്താ എ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി, അത് 4 ആണെന്ന്. ഓടിപ്പോട്ടി കാണുന്ന ഫോർമുലയിൽ എവിടെയാണോ എ ഉള്ള കംപ്ലീറ്റ് എക്ക് പകരം എല്ലാവരും 4 കൊടുക്കുക. സോ 1/2 into a 4 ആണെന്നറിയാം. 4 log mod x - 4 divided by x plus 4 plus c. സോ 1/8 log mod x - 4 divided by x plus 4 plus c. അതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത്ര മാത്രമാണ് ഈ കാണുന്ന ചോദ്യം. എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു ഇത്. മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കാം. ഇന്റഗ്രൽ dx divided by x² - 6x + 13. ഇവിടെ x² ആണ്, സ്ക്വയർ ആണ്. അപ്പോൾ തന്നെ മനസ്സിലായി യെസ് ഇതൊരു സ്പെഷ്യൽ ഇന്റഗ്രൽ തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് എന്താണ് എക്സിന്റെ ടേമും കൂടി വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ x² - a² അല്ലെങ്കിൽ 1/x² + a² അല്ലെങ്കിൽ 1/a² - x², അത്തരത്തിൽ അല്ല, ഒരു എക്സിന് ടേം ഉണ്ട്. അതാണ് പ്രശ്നം. ഇത്തരത്തിൽ എക്സിന് ടേം വന്നു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കണം, യെസ് വി വാണ്ട് ടു ഡു കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ. നമ്മൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത് ഈ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ അപ്ലൈ ചെയ്യുക? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ഇവിടെ നോക്കുവിൻ. എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. കൺസിഡർ ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ആരാ? അത് നമുക്കറിയാം 6 ആണ്. 6 വേണമെങ്കിൽ പറയാം -6 ഉണ്ട്, പ്രശ്നമല്ല. നെഗറ്റീവോ പോസിറ്റീവോ വിഷയമല്ല, എനിക്ക് നമ്പർ മാത്രം മതി. അതിനുപാടെ ഒരു സ്റ്റെപ്പും കൂടി. മേക്ക് ഷുവർ ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് x² is 1. x² കോഎഫിഷ്യന്റ് 1 ആണെന്ന് നോക്കണം. 1 ആണോ? അതെ, 1 ആണ്. x² കോഎഫിഷ്യന്റ് 1 അല്ലെങ്കിൽ അത് 1 ആക്കലാണ് നിങ്ങൾ എല്ലാവരും തന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ്. ഫോർ എക്സാമ്പിൾ, പണ്ടൊരിക്കൽ എക്സാമിന് ഈ ടൈപ്പ് ചോദ്യം ഉണ്ടായിരുന്നു. ഇന്റഗ്രൽ 1/9x² + some 13x + some 4. ഇതാണ് വിചാരിക്കാം dx. ഇവിടെ നമുക്ക് എന്താ x² കോഎഫിഷ്യന്റ് 1 അല്ല, ഈ പറയുന്ന x² കോഎഫിഷ്യന്റ് 9 ആണ്. അത് 1 ആക്കാനാണ് നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 9നെ നൈസായിട്ട് കോമണെ പുറത്തെടുക്കും. സോ 1/9 പുറത്തു വന്നു. ഇന്റഗ്രൽ dx divided by ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് നോക്കിയേ x². ഓരോ ടേം ഉണ്ട്. ഓരോ ടേമിനെയും നമ്മൾ എന്താണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 ആണ് നമ്മൾ കോമണായി പുറത്തെടുക്കുന്നത്. സോ 9 കൊണ്ട് നമ്മൾ എന്താണ് ഇതിനകത്തുള്ള ഓരോ ടേമിനെയും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇവനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 9x² divided by 9 it is x² plus 13x divided by 9 I 13/9x plus 4/9. കണ്ടോ? നമ്മൾ ഇങ്ങനെ ആരെയാണോ കോമണായി പുറത്തെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോ ടേമിനും ഡിവൈഡ് ചെയ്യുക. ഇതാണ് എൻ്റെ മക്കൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത്. ഇതാണ് ബേസിക്കലി ടേക്കിംഗ് കോമൺ ഔട്ട്. കേട്ടോ, ഇതാണ് സംഭവം. ആൻഡ് മുന്നോട്ട് പോകുന്നു. ഇവിടെ എന്തോ ഭാഗത്തിന് ആരോ ചെയ്ത പുണ്യം x² കോഎഫിഷ്യന്റ് 1. നിങ്ങൾക്ക് തരുന്ന ബഹുഭൂരിഭാഗം ക്വസ്റ്റ്യനിലും ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും x² കോഎഫിഷ്യന്റ് 1 ആയിട്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ചോദിച്ചാലും x² കോഎഫിഷ്യന്റ് 1 ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഇവനായിരുന്നു. അതായത് ഈ കാണുന്ന റൂട്ടുണ്ടായിരുന്നില്ല. 1/x² + 2x + 2 ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒരേ പാറ്റേണിലാണ്. ചിലപ്പോൾ 1-2 വാല്യൂസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറാം, പക്ഷേ ചെയ്യേണ്ട കോൺസെപ്റ്റ് എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. സോ എന്ത് ചെയ്യുന്നു? നമ്മൾ x² കോഎഫിഷ്യന്റ് 1 ആക്കി. 1 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്തു, അതിനെ /2 ചെയ്തു. ഇപ്പോൾ 33. അതിനെ സ്ക്വയർ ചെയ്തു 9. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് /2 സ്ക്വയർ ചെയ്യുക 9 കിട്ടി. ഈ കാണുന്ന 9 നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ഇന്റഗ്രൽ dx divided by x²
മൈനസ് 6x, ഒരു പ്ലസ് 9, ഒരു മൈനസ് 9, പ്ലസ് 13. ഫസ്റ്റ് 3 ടേംസ് ഗ്രൂപ്പ് ചെയ്തു. ആദ്യ 3 ടേംസ് എപ്പോഴും തന്നെയാണ്, ബാക്കിയുള്ള 2 ടേംസ് പുറത്ത്. സോ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സെയിം ആസ് ഇൻറ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എല്ലാവരും ആലോചിച്ച് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ? എക്സിൻ്റെ സ്ക്വയർ ആണ്. എക്സ് എഴുതി. സെക്കൻഡ് എന്താ? ഇവിടെ നെഗറ്റീവാണ്. സെക്കൻഡ് ടേം ഇതിനകത്തുള്ള ഓരോ ടേംസിനും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സെക്കൻഡ് ടേം എന്താണ്? അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മറ്റൊന്നുമല്ല, ഇവിടെ നെഗറ്റീവാണ്. നെഗറ്റീവ് വെച്ച് കൊടുക്കുക, അത് മാത്രമാണ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് തേർഡ് ടേം നമുക്കറിയാം എന്താണ്? ഇവിടെ 9 ആണ്. 9 എന്ന് പറയുന്നത് ഏതോ നമ്പറിൻ്റെ സ്ക്വയർ ആണ്, അത് 3ൻ്റെ സ്ക്വയർ ആണ്. സോ 3 ഹോൾ സ്ക്വയർ മൈനസ് 9 പ്ലസ് 13, മൈനസ് 10 പ്ലസ് 13 ഇറ്റ് സെയിം ആസ് 4, പോസിറ്റീവ് 4. 4 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ? 2ൻ്റെ സ്ക്വയർ ആണ്. 2 സ്ക്വയർ. സോ ഇറ്റ് ഈസ് ഓഫ് ദി ഫോം ഇൻറ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് അല്ലേ dx. It is same as tan inverse, sorry 1 by a tan inverse x by a, 1 by a tan inverse x by a plus c. So a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് 2 ആണ്. സോ 1 by 2 tan inverse എന്താ നമ്മൾ x എന്ന് പറയുന്നത് x minus 3 x by a എന്താ 2 plus c. So 1 by 2 tan inverse x minus 3 divided by 2 plus c. ഇതാണ് നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് നമ്മൾ നേരത്തെ തന്നെ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ 2x plus 4 divided by x square plus 3x plus 1. How will we solve him? എങ്ങനെ സോൾവ് ചെയ്യും? അതായത് താഴെ നമുക്ക് ഡിഗ്രി 2, ഓക്കെ മനസ്സിലായി. ഇവനില്ലെങ്കിൽ നമുക്ക് എന്താണ്? വളരെ സിമ്പിളായിട്ട് എക്സിൻ്റെ കോഷ്യൻ്റ് നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ മേലെ നമുക്ക് എന്താണ്? ഡിഗ്രി 1 ഒരു സംഭവമുണ്ട്. താഴെ ഡിഗ്രി 2 മേലെ ഡിഗ്രി 1 എല്ലാവരും മസ്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ട ഫോർമാറ്റാണ്. താഴെ ഡിഗ്രി 2 മേലെ ഡിഗ്രി 1. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കാൻ നമ്മൾ ന്യൂമറേറ്റർ 2x plus 4 അതിനെ മാറ്റും. എത്തരത്തിൽ? a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പോളിനോമിയൽ ഏതോ അതാരാ? എക്സ് സ്ക്വയർ പ്ലസ് 3x plus 1 പ്ലസ് ബി. അതായത് a ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 3x 3 1ൻ്റെ കോൺസ്റ്റന്റ് 0 പ്ലസ് ബി. ഇതാണ് നമുക്ക് 2x plus 4. അതായത് ഈ കാണുന്ന 2x plus 4 നമ്മൾ ഈ കാണുന്ന ഫോമാറ്റിൽ മാറ്റും. എയും ബിയും കണ്ടുപിടിക്കണം, അതാണ് എയിം. നിങ്ങൾ ചോദിക്കും ആരാണ് എയും ബിയും? അതെനിക്ക് അറിയില്ല, കുറയില്ല കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ആലോചിക്കുക, ഞാൻ എനെ നേരെ ഉള്ളിലേക്ക് എടുത്ത് ഓരോന്നിലേക്കും. സോ 2x plus 4 equal to 2ax plus 3a plus b. ഇതിനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് 2 പോളിനോമിയൽസ്, ഇതൊരു പോളിനോമിയലാണ്, ഇത് അടുത്ത പോളിനോമിയലാണ്. 2 പോളിനോമിയൽസ് ഈക്വൽ ആണ്. 2 പോളിനോമിയൽസ് ഈക്വൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് എല്ലാവരും ഈക്വൽ ആയിരിക്കും. നോക്കിയേ, എക്സിൻ്റെ കോഎഫിഷ്യൻ ആരാ? 2. ഇവിടുത്തെയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റോ 2a. ഓക്കെ, അതായത് 2 പോളിനോമിയൽസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റ് ഈക്വൽ എന്ന് പറയാൻ പറ്റി 2 equal to 2a, which implies a equal to 2 by 2, അതായത് 1. സിമിലർലി 2 പോളിനോമിയൽസ് ഈക്വൽ ആണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ് മാത്രമല്ല കോൺസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും 2ൻ്റെയും. അതായത് ഇവിടെ കോൺസ്റ്റന്റ് ആരാ? എക്സ് ഒക്കെ ഇല്ലാത്തതാണ് കോൺസ്റ്റന്റ് 4. ഇവിടെയോ 3a plus b. സോ 3a plus b equal to 4. ആൻഡ് a 1 ആണെന്നറിയാം. സോ 3 into 1 plus b equal to 4. 3 into 1 3 ആണ്, അപ്പുറം പോയി അത് -3 മാറി. b equal to 4 minus 3. ദി ആൻസർ ഇസ് 1. സോ a 1 ആണ്, b 1 ആണ്. നമ്മൾ നേരെ തന്നെ പോയിട്ട് നമ്മുടെ ഇവനുണ്ടല്ലോ ഇതെടുക്കുക. അതിൽ എക്ക് പകരം 1ഉം ബിക്ക് പകരം 1 കൊടുക്കുക. അതായത് നമ്മൾ നമ്മുടെ 2x plus 4 മാറ്റി എഴുതി. എത്തരത്തിൽ? എക്ക് പകരം 1ഉം ബിക്ക് പകരം 1ഉമായിട്ട് നമ്മളിതാ നമ്മുടെ 2x plus 4 മാറ്റി ഇത്തരത്തിൽ എഴുതി. സോ ഇൻറ്റഗ്രൽ 2x plus 4 divided by x square plus 3x plus 1 അല്ലേ 1 dx. ഇറ്റ് ഇസ് സെയിം ആസ് എങ്ങനെ? 2x plus 4 നമുക്കറിയാം, ഈ രൂപത്തിലേക്ക് മാറ്റണം. 2x plus 3 plus 1 divided by x square plus 3x plus 1 dx. നമ്മളെന്ത് ചെയ്യും? എല്ലാ കേസിലും ഒരേപോലെ തന്നെ ഞാൻ ഈ കാണുന്ന 2 ടേംസ് ആക്കി വിഭജിച്ചു സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ഓരോന്നിലേക്കും.
ഓരോന്നിലേക്ക് ഇവനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ 2x + 3 ഡിവൈഡഡ് ബൈ x² + 3x + 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ x² + 3x + 1 dx. ഞാൻ കൂടെ തന്നെ എൻ്റെ ഇൻറ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ ഇൻറ്റഗ്രൽ dx കൊടുത്തു. എന്തെയാ എല്ലാവരും എക്കാവരും നോക്കാം. ആദ്യ ഇൻറ്റഗ്രൽ അത് വളരെ സിമ്പിളാണ്. താഴെ ഉള്ളവൻ ഏതോ അവൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും എക്കാലവും ഏത് ക്വസ്റ്റൻ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ മേലുണ്ടാവുക. എപ്പോഴും തന്നെയാണ് എപ്പോഴും. അതായത് ഇറ്റ് ഈസ് ഓഫ് ദി ഫോം ഇൻറ്റഗ്രൽ f' ഡിവൈഡഡ് ബൈ f(x). ഓക്കെ, നമുക്കറിയാം ഇൻറ്റഗ്രൽ f' ഡിവൈഡഡ് ബൈ f(x) ആ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ ഓക്കെ, ഇൻറ്റഗ്രൽ f' ഡിവൈഡഡ് ബൈ f(x) ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് സെയിം ആസ് ലോഗ് മോഡ് f(x) ആണെന്ന്. സോ എന്ത് പറയാൻ പറ്റും? അതെ, ഇവിടെ അങ്ങനെ തന്നെയാണ്. f' ഡിവൈഡഡ് ബൈ f(x) ഇറ്റ് ഈസ് സെയിം ആസ് ലോഗ് മോഡ് f(x). ലോഗ് മോഡ് താഴെയുള്ളവരാണ് x² + 3x + 1. അത് കഴിഞ്ഞു പ്ലസ്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവൻ എന്താണ്? നമ്മൾ തൊട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ടല്ലോ, x² ഉണ്ട്, x ഉണ്ട്, എല്ലാവരും ഉണ്ട്. x² x എല്ലാവരും തന്നെ വരുന്ന സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ നേരത്തെ അവനെന്താ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. എക്സിൻ്റെ കോഷ്യൻ്റ് 1 ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പുറത്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. അതായത് ഇൻറ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ dx ഡിവൈഡഡ് ബൈ x² + 3x + 1. എക്സിൻ്റെ കോഷ്യൻ്റ് 3, അതിനെ ബൈ 2 ചെയ്തു 3/2, അതിനെ സ്ക്വയർ ചെയ്തു 9/4. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 9/4 ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സോ ഇൻറ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x² + 3x + 9/4 - 9/4 + 1. ആദ്യം 3 ടേംസ് ഗ്രൂപ്പ് ചെയ്തു. ഓരോന്നിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് എല്ലാവർക്കും പറയാം. ആദ്യം വരുന്ന x² എന്ന് പറയുന്നത് ഏത് ടേമിൻ്റെ സ്ക്വയർ? എക്സിൻ്റെ സ്ക്വയർ. സോ ഇൻറ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ കേട്ടോ. ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് റെഡി റൈറ്റ് നൗ. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഓവർ ഹിയർ. നോക്കാം. സോ നമുക്ക് എന്താ പറയാൻ പറ്റി? ഇൻറ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x² എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയർ? എക്സിൻ്റെ സ്ക്വയർ. സെക്കൻഡ് ടൈം പ്ലസ് ആണ്, ഞാൻ പ്ലസ് എഴുതി. ആൻഡ് തേർഡ് ടൈം 9/4. 9/4 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ്? ഏതിൻ്റെയാണ്? അത് 3/2 സ്ക്വയർ ആണ്. സോ 3/2 ഹോൾ സ്ക്വയർ മൈനസ് 9/4 + 1. എല്ലാവരും LCM എടുക്കാം. സോ എന്ത് കിട്ടും? LCM എടുക്കുമ്പോൾ 4 × 9 -9 + 4 ഇറ്റ് സെയിം ആസ് -5. -5/4 എന്ന് കിട്ടും. ഈ 5/4 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ്? ഏതിൻ്റെയാണ്? അത് √5/2 ഹോൾ സ്ക്വയർ ആണ്. ഞാൻ നേരെ എന്ത് എഴുതി? ഇറ്റ് ഇസ് സെയിം ആസ് നോക്കി എല്ലാവരും 5/4 മാറ്റി എഴുതി √5/2 ഹോൾ സ്ക്വയർ. ഇതാണ് മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട 5/4 എന്ന് പറയുന്നത്. നൗ ഇറ്റ് ഇസ് ഓഫ് ദി ഫോം ഇൻറ്റഗ്രൽ 1/x² - a². നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 1/x² - a². ഇറ്റ് ഇസ് സെയിം ആസ് 1/2a ലോഗ് മോഡ് x - a ഡിവൈഡഡ് ബൈ x + a + c. സോ 1/2a എന്താ? √5/2 ലോഗ് മോഡ് x - a എന്താ? x + 3/2 x - a √5/2 divided by x plus a. X means x plus 3/2 plus a √5/2 plus c. 2 multiply കേട്ടോ. സോ ബാക്കിയുള്ളത് തന്നെയാണ് ഈ കാണുന്നത്. നമ്മൾ എന്താണ് നേരെ തന്നെ നോക്കിയേ ഓടിപ്പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ തന്നെ ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കേട്ടോ. എവിടെ? ഇതിൽ ഇവിടെ. സോ 1/√5 log mod x plus 3/2 minus √5/2 minus √5/2 divided by x plus 3/2 plus √5/2 plus c. നിങ്ങൾക്ക് വേണമെങ്കിൽ LCM ഇത് സോൾവ് ചെയ്യാം. ഇത്ര മാത്രമാണ് കോൺസെപ്റ്റ് വരുന്നത്. എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായി വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും ഈ കാണുന്ന സ്റ്റെപ്സ് എഴുതണം. ഇവനെയും ആവശ്യം കേട്ടോ.
സെപ്പറേറ്റ് എടുത്തിട്ട് അവസാനം ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എന്താണ് മുഴുവൻ ആൻസർ ലഭിക്കും. ഇവിടുത്തെ നെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ഇങ്ങനെ വരുന്നത്. ഇന്റഗ്രൽ 1/√(x² + 2x + 2). അതായത് റൂട്ട് ഉണ്ടാവാം ഇവിടെ 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 റൂട്ട് ഉണ്ടാവാം. എക്സിൻ്റെ പവർ 2 വിച്ച് മീൻസ് സ്പെഷ്യൽ. സ്പെഷ്യൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണം, നിർബന്ധമായിട്ടും എന്താ x² + a², x² - a², അല്ലെങ്കിൽ a² - x², 3 ഫോർമാറ്റ് ഉള്ളൂ 1/√. പക്ഷേ ഇവിടെ നിന്നാണ് ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്. എക്സിൻ്റെ ടേം എങ്ങനെ കണ്ടാലും വി വാണ്ട് അപ്ലൈ ഇൻറ്റഗ്രേഷൻ, സോറി വി വാണ്ട് അപ്ലൈ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ. നമ്മളാണ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ അപ്ലൈ ചെയ്യണം. അതായത് എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2, അതിനെ by2 ചെയ്തു, 2/2 1, അതിനെ സ്ക്വയർ ചെയ്തു 1 തന്നെ. നമ്മൾ 1 ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ √(x² + 2x + 1 - 1). 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു. ആൻഡ് ഒരു 2 കൂടി ബാക്കിയുണ്ട്, +2. ഫസ്റ്റ് 3 ടൈം ഗ്രൂപ്പ് ചെയ്തു, x² + 2x + 1. ഇറ്റ് ഈസ് സെയിം ആസ് x + 1 ഹോൾ സ്ക്വയർ. സോ ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ √(x + 1 ഹോൾ സ്ക്വയർ. ബാക്കി എന്തുണ്ട്, -1 + 2. ഇറ്റ് ഈസ് സെയിം ആസ് +1. സോ ഇറ്റ് ഈസ് ഓഫ് ദി ഫോം ഇന്റഗ്രൽ 1/√(x² + a². നമുക്ക് എല്ലാവർക്കും ഫോർമുല അറിയാം, 1/√(x² + a². ഇറ്റ് ഈസ് സെയിം ആസ് log mod x + √(x² + a² + c. സോ ഇറ്റ് ഈസ് സെയിം ആസ് log mod x എന്താ, x മീൻസ് x + 1 plus √(x² + a². ആർ x², x + 1 ഹോൾ സ്ക്വയർ, x² + a² നമ്മളെ 1², x² + a² + c. ഇത്ര മാത്രമാണത് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരിത്തരമായിട്ട് വരുന്നത്. എല്ലാവർക്കും തന്നെ വളരെ സുഖമായിട്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാക്കിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ x + 3 ഡിവൈഡഡ് ബൈ √(5 - 4x - x²). ഞാനത് മൊത്തത്തിൽ ചെയ്യില്ല, ചെയ്യാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണല്ലേ, എല്ലാവർക്കും ഹാപ്പി ആവട്ടെ. എക്സാം ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നത് ഇവനായിരിക്കും, എന്താണ് ഇവന് അത്രയ്ക്കും വലിയ ഹൈപ്പ്, ഡിഫിക്കൽട്ട് എന്നാണ്. മറ്റൊന്നുമല്ല, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് തന്നെയാണ് ഹൈപ്പ്. നമ്മൾ ആദ്യം ആസ് യൂഷ്വൽ ചെയ്യുന്നു, മേലെ നമുക്ക് ഡിഗ്രി 1 ടേം വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മേലെ ഉള്ളവന് മാറ്റി എഴുതണം. എത്തരത്തിൽ x + 3 എന്ന് പറയുന്നത് a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പോളിനോമിയൽ. അതാരാ, അതിവനാണ്. നോക്കിയേ, പോളിനോമിയൽ മാത്രമാണ് വേണ്ടത് ദൈവൻ. സോ 5 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. -4x എന്താ ഡെറിവേറ്റീവ്, -4. ആൻഡ് -x² നമുക്കറിയ -2x. a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്, അയ്യോ ഇപ്പോൾ ആദ്യം പോളിനോമിയൽ എഴുതണ്ടേ, 5 - 4x - x² + b. അതായത് മക്കളെ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ കാണുന്നവൻ എന്താ, 5 × 0 -4x -4 ആണ്, -x² 2x + b. ഇതാണ് x + 3. മുമ്പ് എന്താണോ ചെയ്ത അത് തന്നെ വീണ്ടും ആവർത്തിക്കുക. എക്സ് എയും ബിയും കാണണം, അതിനു വേണ്ടി നമ്മൾ എക്സും എക്സിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റൻസും എല്ലാം ഇക്വേറ്റ് ചെയ്യും. നോക്കി എല്ലാവരും, ഞാൻ നേരെ എനെ ഉള്ളിലേക്ക് എടുത്തു. സോ എന്ത് കിട്ടി, നമുക്ക് ലഭിച്ചു മക്കളെ, നമുക്ക് എന്ത് ലഭിച്ചു, ഒറ്റ കേട്ടോ, യെസ്, നമുക്ക് ലഭിച്ചു ഈ പറയുന്നത് -4ax. സോ x + 3 = -4a minus a into -2a x, a into -2a -2x. So -2ax plus b. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ട് ഭാഗത്തുള്ള എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തു. നോക്കിയേ, ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ, 1 1. ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റോ, എക്സ് ഇവിടെ മാത്രമേ ഉള്ളൂ, -2. സോ 1 = -2 എന്ന് കിട്ടി. which implies a എന്താ മക്കളെ, ഇറ്റ് സെയിം ആസ് -1/2. സോ എല്ലാവർക്കും a എന്ന് പറയുന്നത് -1/2 ആണെന്ന് വളരെ സുഖമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തെന്താ, a കഴിഞ്ഞു, ഇനി എന്ത് വേണം, ഇനി നമുക്ക് b വേണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇക്വേറ്റ് കോൺസ്റ്റന്റ്. ഇവിടെ 3 ആണ്, ഇവിടെയോ -4a ആൻഡ് b. കോൺസ്റ്റന്റ് മാത്രം, എക്സ് ഇല്ലാത്തവൻ അതാണ് കോൺസ്റ്റന്റ്. സോ 3 = -4a plus b. സോ -4 into a എന്ന മക്കളെ, a എന്ന് പറയുന്നത് -1/2 ആണ്, -1/2 plus b. ഇതാണ് 3. നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറി. ആൻഡ് 2 in 4 2 times.
So 3 equal to 2 into 1, it's 2 plus b. So b equal to 3 minus 2, it is 1. So a എന്ന് പറയുന്നത് -1/2 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. ഇത്ര മാത്രമാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത്. നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനെ വീണ്ടും മാറ്റിയിടുന്നു. ഇത്തരത്തിൽ എല്ലാവരും നോക്കുവിൻ, വളരെ സുഖമായിട്ട് നമ്മൾ എന്താണ് ഇവനെ മാറ്റാൻ വേണ്ടി പോകുന്നു. ഇതേ നമുക്ക് എന്താണ് ഇവിടെ വരുന്നുണ്ട് നോക്കിയേ, x+3 എങ്ങനെ മക്കളെ മാറാം, x+3 ഇവിടെ ഉണ്ട്, അതിനെ മാറ്റുന്നു കേട്ടോ. സോ ഇത് കിട്ടി. ആൻഡ് എ എന്ന് പറയുന്നത് നമുക്കറിയാം അത് -1/2 ആണ്, ബി നമുക്കറിയാം എന്താ അത് 1 ആണ്. സോ എയും ബിയും കിട്ടി, ആൻഡ് x+3 കിട്ടി. സോ ദി ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x+3 divided by root of 5 minus 4x minus x square dx എന്തായി മാറി, ഇറ്റ് സെയിം ആസ് ഇന്റഗ്രൽ. ഓക്കെ, എൻ്റെ ന്യൂമറേറ്ററിനെ മാറ്റി എഴുതി എത്തരത്തിൽ -1/2 ടൈംസ് -4 minus 2x plus 1 divided by മക്കളെ root of x square, സോറി 5 minus 4x minus x square dx. ഞാനിതാ ഇവനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിലേക്കും കൊടുത്തു ആസ് യൂഷ്വൽ. അപ്പോൾ എന്ത് കിട്ടും, ഇറ്റ് ഈസ് സെയിം ആസ് ഇന്റഗ്രൽ -1/2 ടൈംസ് -4 minus 2x divided by root of 5 minus 4x minus x square dx പ്ലസ് ബാക്കി എന്തുണ്ട്, ഒരു 1 ഉണ്ട്, 1 divided by root of 5 minus 4x minus x square dx. ഞാനിത് ഇൻ്റഗ്രൽസിനെയും കൂടെ തന്നെ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിലേക്കുമാണിത് ഇവനെ അങ്ങോട്ട് വെച്ച് കൊടുത്തത്. 1/5 minus 4x minus x square. നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന എക്കാലവും ഒരേപോലെ തന്നെയാണ് വരിക. ഈ കാണുന്ന കോൺസ്റ്റന്റ് പുറത്തെഴുതി നോക്കിയേ മക്കളെ, ഇവൻ്റെ ഡെറിവേറ്റീവ് അതാണ് മേലെ. നമ്മൾ നോക്കുന്നത് പോലെ അത്തരത്തിലാണ് ഇവൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആലോചിക്കണം. പക്ഷേ കാര്യമുണ്ട്, ഇവിടെ റൂട്ട് ഉണ്ട്, അതുകൊണ്ട് ഇൻ്റഗ്രൽ f' divided by root f(x) എന്നുള്ള ഫോമാറ്റാണ്. അത് ലോഗ് മോഡിലേക്കല്ല വരാം, കുറച്ച് മാറ്റമുണ്ട്. ആ കാണുന്ന ഫോം പഠിക്കേണ്ട, അതായത് ബൈ ഹാർട്ട് ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എപ്പോഴും ഓർക്കാം ഇവനെ നമ്മൾ ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് അവൻ്റെ ഡെറിവേറ്റീവാണ്. സോ ഞാൻ എൻ്റെ ഇവനെ I1 ഫസ്റ്റ് ഇൻ്റഗ്രലിൽ നിന്നും ഇവനെ ഞാൻ സെക്കൻഡ് എന്ന് വിളിച്ചു I2. അതായത് I1 ചെയ്യുമ്പോൾ ഇത്ര മാത്രമാണ്, I1 equal to ഇവൻ കേട്ടോ, ഈ കാണുന്നവൻ ഫുൾ കേട്ടോ. നമ്മളെന്ത് ചെയ്തു നോക്കെല്ലാവരും, ഇതാണ് I1. താഴെ എന്താണ് ഇവന് ഡെറിവേറ്റീവ് ഇവിടെ വന്നു. അതായത് നമ്മൾ 5 minus 4x minus x സ്ക്വയറിനെ ടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -4 minus 2x dx ഈക്വൽ ടു dt. dt പോയി സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ. സോ എന്ത് കിട്ടി, ഇറ്റ് സെയിം ആസ് I1 എന്തായി, I1 എന്ന് പറഞ്ഞാൽ -1/2 ഇൻ്റഗ്രൽ dt divided by root of t എന്ന് കിട്ടി. ഇത് നേരെയും വേണമെങ്കിൽ എഴുതാവുന്നതാണ് കേട്ടോ. 1/√t ഇൻ്റഗ്രൽ കാണാം നമുക്ക്, √t ഇറ്റ് സെയിം ആസ് t raised to 1/2. സോ 1/t raised to 1/2 ആണ്. അത് മേലെ പോയി എന്തായി, ആ t raised to -1/2 ആയിട്ട് മാറി. സോ -1/2 ടൈംസ് ഇൻ്റഗ്രൽ t raised to -1/2 dt. t raised to -1/2 അത് x raised to n ഫോമാറ്റാണ്. x raised to n ഇൻ്റഗ്രൽ നമുക്ക് എല്ലാവർക്കും അറിയാം, x raised to n + 1 divided by n + 1. സോ -1/2 ടൈംസ് t raised to -1/2 + 1, it is 1/2 divided by 1/2 കിട്ടി. ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി -t raised to 1/2 കിട്ടി. സോ -t raised to 1/2. ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് മക്കളെ നെഗറ്റീവ് √t. ടി എന്തായിരുന്നു നമുക്കറിയാം, √5 minus 4x minus x square. ഇതാണ് I1. പക്ഷേ ഇവിടെ I1-ലുപരി വിഷയം I2 ആണ്. I2 എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കണം, ഇൻ്റഗ്രൽ dx divided by √5 minus 4x minus x square. ഇതാണുള്ളത്. ഒരു സ്റ്റെപ്പ് മാത്രമാണ് നോട്ട് ചെയ്യുന്നത്, അതായത് x സ്ക്വയറിൻ്റെ കോഷ്യൻ 1 ആക്കണം. ഇവിടെ -1 ആണ്, അതായത് നെഗറ്റീവിന് കോമണെ പുറത്തെടുക്കണം. നമ്മൾ നെഗറ്റീവിനെ കോമണെ പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, അത് റൂട്ടിൻ്റെ പുറത്തേക്കല്ല വരാതെ ഇവിടെ വരാം. ഒരിക്കലും റൂട്ടിൻ്റെ പുറത്ത് നെഗറ്റീവ് എടുക്കാൻ പാടില്ല. റൂട്ടിൻ്റെ പുറത്ത് നെഗറ്റീവ് എടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നോക്കിയേ, ഇവിടെ -x ഉണ്ട്, റൂട്ടിൻ്റെ പുറത്ത് നെഗറ്റീവ് എടുക്കാം എന്ന് പറ്റുമായിരുന്നെങ്കിൽ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം പോലും ഉണ്ടാവില്ലായിരുന്നു. ആലോചിക്കാതെ √1 നമ്മൾ എന്ത് ചെയ്യും, -√1 എഴുതാൻ പറ്റിയ തെറ്റാ. അപ്പോൾ ഒരിക്കലും ഈ കാണുന്ന നെഗറ്റീവിനെ കോമണെ പുറത്തെടുക്കുമ്പോൾ അത് റൂട്ടിൻ്റെ പുറത്തല്ല, അത് റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് എടുക്കേണ്ടത്. നെഗറ്റീവ് കോമണെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്മൾ പോസിറ്റീവായി മാറും, പോസിറ്റീവ് നെഗറ്റീവായി മാറും. സോ -x² will become +x², -4x അത് +4x, ആൻഡ് +5y
അത് -5. Okay, so integral dx divided by root of minus of എക്സിൻ്റെ കോഷ്യൻ്റ് 4, അതായത് കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. എക്സിൻ്റെ കോഷ്യൻ്റ് 4, അതിനെ ബൈ 2 ചെയ്തു, 4/2, അതിനെ സ്ക്വയർ ചെയ്തു, വീണ്ടും 4 കിട്ടി. 4 നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ആഡ് ചെയ്തു, 4 സബ്ട്രാക്ട് ചെയ്തു, ബാക്കി ഒരു -5 ബാക്കിയുണ്ട് അവിടെ. ഫസ്റ്റ് ത്രീഡും ഗ്രൂപ്പ് ചെയ്തു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് x+2 ഹോൾ സ്ക്വയർ ആൻഡ് -4 -5 ഇറ്റ് സെയിം ആസ് -9. So integral dx divided by root of minus of x+2 whole square and -9. ശ്രദ്ധിക്കണം, ഒരു സാധനം എടുത്താൽ തിരിച്ചു വെക്കുന്ന മര്യാദയാണ് അല്ലേ? അതായത് നെഗറ്റീവ് നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കൊടുക്കേണ്ടത് മര്യാദയാണ്. ഓർക്കാം, ഞാൻ നെഗറ്റീവ് എന്ത് ചെയ്തു? പുറത്തെടുത്തവനെ നേരെ ഉള്ളിലേക്ക് ഓരോന്നിലേക്ക് കൊടുത്തു. സോ ഇവൻ നെഗറ്റീവായിട്ട് മാറും, ഇവൻ പോസിറ്റീവായിട്ട് മാറും. സോ ഹി ബിക്കംസ് ഇൻറ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ, ഒരാൾ പോലും നെഗറ്റീവ് തിരിച്ചു കൊടുക്കാതെ പ്രോബ്ലം ചെയ്യരുത്. റൂട്ടിൻ്റെ കേസിലട്ടാ, ബാക്കിയെല്ലാം പ്രശ്നമല്ല. ഈ കേസിൽ റൂട്ട് ഓഫ് ഇവൻ പോസിറ്റീവായിട്ട് മാറി 9 മൈനസ് x+2 ഹോൾ സ്ക്വയർ. ഈ 9 എന്താണ്? 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ ആണ്, 3 സ്ക്വയർ. സോ ഇന്റഗ്രൽ 1/root of a square minus x square, it is same as sin inverse x by a. So sin inverse x means x+2 by a means 3 plus c. അങ്ങനെ നമ്മൾ i1 ഉം i2 കണ്ടുപിടിച്ചു. i1 ഉം i2 എന്ത് ചെയ്യാതെ ഈ കാണുന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ എന്താണ് i1ൻ്റെയും i2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്ര മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇവനെ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം കേട്ടോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും സെപ്പറേറ്റ് പഠിക്കുക വേണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഹോംവർക്ക് തരാം. എല്ലാവരും ഈ കാണുന്ന വീഡിയോ കണ്ടതിന് ശേഷം നിർബന്ധമായിട്ടും ഈ ഒരു ചോദ്യം ചെയ്തിരിക്കാൻ ശ്രമിക്കുക. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2x മൈനസ് x സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവിൻ്റെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. എല്ലാവരും അതിഗംഭീരമായിട്ട് ഈ കാണുന്ന വീഡിയോ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക്